2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ സൊസൈറ്റി ഫോർ ഫാമിലി ഹാർമണിയുടെ നേതൃത്വത്തിൽ 200 വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ഗുണഭോക്തൃ വിഹിതം സ്വീകരിച്ച് 50% സാമ്പത്തിക സഹായത്തോടെ 2000 രൂപയുടെ പഠനോപകരണങ്ങൾ 200 വിദ്യാർത്ഥികൾക്ക് നൽകി. 50% ഗുണഭോക്തൃ വിഹിതത്തിൽ 54 ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. പെരുമ്പടന്ന ശാന്തിദിനം കോൺവെന്റിൽ നടന്ന ചടങ്ങ് നാഷണൽ NGO കോൺഫെഡറേഷൻ ബോർഡ് മെമ്പറും ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായ ബീന സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രചോദനകരമാണ്. നമുക്ക് ആദ്യം തന്നെ പിൻപോട്ട് പോകാൻ ഇടയാകുന്നത്. പ്രത്യേകിച്ചും ഞാൻ മുൻപിലിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ കുട്ടികളോടുള്ള ഒരു സന്ദേശം. ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇന്നത്തെ നാർക്കോട്ടിക്, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതിനെല്ലാം അടിമകളായി പോകുന്ന ധാരാളം കുട്ടികളുണ്ട്. ഒരു കുട്ടി പോലും നമ്മുടെ സമൂഹത്തിൽ നശിച്ചു പോകാൻ ഇടവരരുത് എന്നുള്ളൊരു പ്രതിജ്ഞയാണ് നിങ്ങൾ എടുക്കേണ്ടത്. പറവൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ അനു വട്ടത്തറ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി ഫോർ ഫാമിലി ഡയറക്ടർ ഡോക്ടർ സിസ്റ്റർ റോസ് ജോസ് വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും പഠനോപകരണ വിതരണ പരിപാടിക്കും നേതൃത്വം നൽകി. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് നദീ സംരക്ഷണ യാത്രയെക്കുറിച്ചും ക്ലാസ് നയിച്ചു. സിസ്റ്റർ ഡോക്ടർ ദിയ സ്വാഗതവും സിസ്റ്റർ ഏഞ്ചൽ നന്ദിയും പറഞ്ഞു. KR ആനന്ദകുമാർ ദേശീയ ചെയർമാനായും അനന്തകൃഷ്ണൻ ദേശീയ കോർഡിനേറ്ററുമായുള്ള നാഷണൽ NGO കോൺഫെഡറേഷൻ നിരവധി പദ്ധതികൾ 50% സാമ്പത്തിക സഹായത്തോടെ നടത്തിവരുന്നതായി ഡോക്ടർ റോസ് ജോസ് പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തിലെ അനുയോജ്യമായ രീതിയിലല്ല പുതുതലമുറ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ, കേരളത്തിലെ സംസ്കാരത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു നിർബന്ധബുദ്ധി നമ്മുടെ രക്ഷിതാക്കൾ കാണിക്കണം. അങ്ങനെ ഒരു സ്നേഹ അന്തരീക്ഷത്തിൽ, ഒരു കുടുംബാന്തരീക്ഷത്തിൽ പറയുന്നത് മാത്രം ഒരിക്കലും ഈ പറയുന്ന പോലെ. ന്യൂസ് ബ്യൂറോ, പറവൂർ.